നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണത്തിൻ്റെ ടാക്സിൽ ഇത്തിരി കുറവുണ്ട്. മറ്റെന്തെല്ലാമാണ് ഈ കേന്ദ്ര ബജറ്റിൽ പ്രവാസികൾക്ക് കിട്ടിയത്? പ്രവാസികളെ അനുകൂലമായി ബാധിക്കുന്ന ഒരേ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി 15% നിന്നും 6% കുറച്ചു, സ്വർണത്തിലും വെള്ളിയിലും. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രവാസികൾ നാട്ടിലേക്ക് സ്വർണം കൊണ്ടുപോകുമ്പോൾ ഡ്യൂട്ടി കൂടുതലായതുകൊണ്ട് അവർക്ക് ആ ഡിഫറൻസ് കൊടുക്കണമായിരുന്നു. കാര്യം ഇവിടുന്ന് നമുക്ക് നീൽ ടാക്സ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ 5% മാത്രം വാറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന സമയത്ത് കൂടുതൽ സ്വർണ്ണം നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അവസരം ഉണ്ടാകും. അതോടൊപ്പം തന്നെ വേറെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്മഗ്ലിംഗ് കുറയ്ക്കാനായിട്ട്, അതായത് കള്ളക്കടത്ത് കുറയാനായിട്ട് ഇത് ഉപകരിക്കും എന്നുള്ളതാണ്. ഇത് ഇന്ത്യൻ ഇക്കോണമിയെ പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ്. വേറെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലവസരങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് കൂടുതലുണ്ടായി. പ്രവാസികൾക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താക്കുന്ന വിധത്തിൽ, അതായത് പ്രവാസികളുടെ കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 15 ലക്ഷം സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് അവിടെ തുടങ്ങുന്നുണ്ടാകും. അത് നമുക്ക്